ഇനി അറിയേണ്ടത് ഇപ്പോൾ പ്രഹ്ലാദ് ജോഷിക്ക് ആണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. അമിത്ഷാ ഉപപ്രധാനമന്ത്രിയാകും എന്ന സൂചനകളുണ്ടായിരുന്നു. മന്ത്രിസഭ പുനഃസംഘടനയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരം ചർച്ചകൾ ഇപ്പോൾ സജീവമാണോ അജയ്? മന്ത്രിസഭാ പുനഃസംഘടനയെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന്റെ സാധ്യത പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇതിനു മുൻപേ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് ആദ്യം വന്നിട്ടുള്ള ചില അഭ്യൂഹങ്ങൾ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കും എന്നായിരുന്നു. പക്ഷേ CJP ഇതിനോടും വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇത്തരത്തിൽ മറ്റൊരു വകുപ്പ് കൊടുക്കുന്നത് സ്വീകാര്യമല്ല. അദ്ദേഹം ഒരു തികഞ്ഞ ഒരു വീഴ്ചയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ നടത്തിയത്. അതിന് പകരമായിട്ട് മന്ത്രിയുടെ രാജി തന്നെ വേണം എന്ന് CJP ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വകുപ്പ് മാറ്റം എന്തെങ്കിലും നടത്തി മന്ത്രിസഭാ പുനഃക്രമീകരണം സംഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരു രാജി സമർപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും CJP സമരത്തിന്റെ ഒരു വലിയ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ വകുപ്പുകളുടെ കാര്യത്തിലും മറ്റ് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നിർമ്മല സീതാരാമന് ഇപ്പോഴുള്ള ധനവകുപ്പിൽ നിന്ന് മാറ്റി വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ പ്രഹ്ലാദ് ജോഷിയെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത് അത് ഒരു സർപ്രൈസ് നീക്കം തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും ക്യാബിനറ്റ് മന്ത്രിയാണ്. അപ്പോൾ ഒരു അധിക ചുമതല എന്നുള്ള നിലയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഇനി മന്ത്രിസഭാ പുനഃസംഘടന ഔദ്യോഗികമായിട്ട് വരുമ്പോൾ ഈ വകുപ്പ് മറ്റാർക്കെങ്കിലും കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഈ വകുപ്പിന്റെ കാര്യത്തിൽ ഒരു ഓഡിറ്റ് നിലവിൽ സംഭവിച്ചിട്ടുണ്ട്. 3 തവണ മോദി സർക്കാർ ഭരണത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ 3ാം ടേം ആയപ്പോൾ ഒരു ഏകപക്ഷീയ അല്ലെങ്കിൽ ഒരു ഏകാധിപതി സ്വഭാവം വകുപ്പുകളിൽ വരരുത് എന്നുള്ള ഒരു കാര്യം അത് തീർച്ചയായിട്ടും രാജ്യത്തെ യുവാക്കൾ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിൽ ഇനി കാര്യമായിട്ടുള്ള ഓഡിറ്റുകൾ തന്നെ CJPയുടെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് നിർണായകം തന്നെയാണ്. അതുപോലെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉൾപ്പെടെ കൂടുതൽ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത്. അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിറവേറ്റും എന്നാണ് ഇന്നലെ ഈ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നൽകിയതിന് ശേഷം പ്രതികരിച്ചത്. അതുപോലെ മന്ത്രിസ്ഥാനം തന്നെ വിശ്വാസത്തോടെ ഏൽപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നതായിട്ടും അദ്ദേഹം അറിയിച്ചു. അതുപോലെ മുൻമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലകൾക്ക് വലിയ സംഭാവന തന്നെയാണ് നൽകിയത്. അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും പ്രഹ്ലാദ് ജോഷി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അമിത്ഷാ പറഞ്ഞത് ഇപ്പോൾ BJPയുടെ മന്ത്രിമാർക്ക് സ്ഥാനമാനങ്ങളെക്കാൾ പ്രധാനം രാജ്യവും അതുപോലെ യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോഴുള്ള രാജി എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതുപോലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ രാജ്യത്തിൽ ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നറിയിച്ചു. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാനെ ഇപ്പോൾ അമിത്ഷായും വളരെയധികം പുകഴ്ത്തി സംസാരിച്ചിരുന്നു. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതിലൂടെ അദ്ദേഹം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ പുരോഗതിയാണ് നൽകിയത്. ഇതിനെ തുടർന്ന് രാജ്യത്തെ സ്കൂളുകളുടെ നിലവാരത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റമുണ്ടായി. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുന്നതിൽ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ വഹിച്ച സംഭാവനകൾ മറന്നുകളയാൻ കഴിയില്ല എന്നൊക്കെ അമിത്ഷാ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. തീർച്ചയായും രാജിക്കത്തിലും വിശദമായ കുറിപ്പ് തന്നെയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ തയ്യാറാക്കിയത്. കുട്ടികളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി തന്നെയാണ് താൻ പ്രവർത്തിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യവും വികാരവും മനസ്സിലാക്കുന്നു, അങ്ങനെ താൻ രാജിവെക്കുന്നു എന്നുള്ളതായിരുന്നു രാജിക്കത്തിലും വ്യക്തമാക്കിയത്. ഇനി എന്ത് നീക്കങ്ങൾ പ്രതിപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നു? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.